ഭാരതത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കാര്യങ്ങളൊക്കെ കേരളമാണ്. വളരെ പറയുമ്പോൾ വലിപ്പത്തിൽ ചെറുതാണ്, കേൾക്കുക. പക്ഷെ ഏറ്റവും അധികം ആത്മഹത്യ കേരളത്തിലാണ്. ആ ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലാണ്. എല്ലാവരും കാരണം പരസ്പരം സഹായിക്കുന്ന സ്വഭാവമില്ല, പരസ്പരം സഹകരിക്കുന്ന സ്വഭാവമില്ല, പ്രതിസന്ധിയെ നേരിടാൻ അറിയില്ല, ശരിയായ കാര്യം അനുഷ്ഠാനങ്ങൾ ജീവിതത്തിലില്ല, അല്ലേ? ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളില്ല, നമ്മുടെ ശാസ്ത്രബോധമില്ല, പഴയ തലമുറയുടെ ശാപം പേറി വെച്ചിരിക്കുകയല്ലാണ്ട് അനുഗ്രഹമില്ല. കാരണം അച്ഛനെയും അമ്മേനെയും വളരെ സ്നേഹപൂർവ്വം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്താലല്ലേ അവരുടെ സ്വാഭാവികമായ അനുഗ്രഹം കിട്ടൂ. അതില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല, അമ്മയില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അവിടെ കുറേയെങ്കിലും അമ്മയോട് അച്ഛനോടുള്ള ആ സ്നേഹം, അവരെ നോക്കുന്നൊരു സ്വഭാവം, അതുകൊണ്ട് അവരുടെ അനുഗ്രഹം അതുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്. ഏറ്റവും വൃത്തികെട്ടത് ഇക്കാര്യത്തിൽ വളരെ ശരിയാണ്. ഏറ്റവും അധികം അച്ഛനമ്മമാരെ വയസ്സായിട്ട് ഒഴിവാക്കുന്നത് ഹിന്ദുക്കളാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ മതി, അല്ലെങ്കിൽ അവൻ മതി, അച്ഛനും വേണ്ട അമ്മയും വേണ്ട. ഇനി എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം ഗൃഹത്തിൽ ഒരു കൊച്ചുകുട്ടി രാവിലെ ഉണരുന്നത് അച്ഛൻ പള്ളിയിൽ പോണതോ പോയി തിരിച്ചു വരുന്നതോ കണ്ടിട്ടാണ്. നമ്മുടെ അമ്മ തൻ്റെ നമസ്കാരം ചെയ്യുന്ന ക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. ഇതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി നമസ്കാരം കഴിഞ്ഞ് അച്ഛൻ വരുന്നതും, അതുപോലെ അമ്മ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നതും ആ കാണുന്നത്. ക്രിസ്ത്യൻ ഗൃഹങ്ങളിൽ രാവിലെ കുറച്ച് മോശമാണ്, വൈകുന്നേരം എന്തായാലും കുടുംബ പ്രാർത്ഥനയാണ് കാണുന്നത്. രാത്രി ഹിന്ദു വീട്ടിൽ എന്താ കാണുന്നത്? 90% കള്ളും കുടിച്ച് രാത്രി വന്ന് അടിയും പിടിയും ചവിട്ടും കുത്തും. ഇപ്പൊ വരുന്ന തലമുറ ഇത് കണ്ടിട്ട് ആ കുട്ടി കിടക്കണം. രാവിലെ ഉണരുന്നത് അച്ഛൻ ദേശാഭിമാനി, ജന്മഭൂമി, വീക്ഷണം, അതെ, ഇതൊക്കെ വായിച്ചൊരു പുഹയും വിട്ട് അച്ഛൻ ഇരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. അമ്മയോ പേപ്പറും നിവർത്തി വെച്ച് ഇരുന്നോളൂ അവിടെ, ഇവിടെ എൻ്റെ കഷ്ടപ്പാടുകൾ അറിയാൻ അവിടുന്ന് ലഹള കൂടുന്നതാണ് കേൾക്കുന്നത്. ഇതുപോലുള്ള ആത്മീയ ജ്ഞാനങ്ങൾ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീഡിയോ ചിന്തിച്ചു നോക്കുക. പറഞ്ഞത് ശരിയോ തെറ്റോ? കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടാവും പറഞ്ഞത്. ഇതാണ് സ്ഥിതി. ഇനി വരുന്ന തലമുറയെങ്കിലും നല്ല സംസ്കാരവും നമ്മുടെ ആചാരവും അനുഷ്ഠാനങ്ങളോടെ കൂടി നല്ല രീതിയിൽ വളരട്ടെ.